ഹലോ. ഇന്നലെ പൊട്ടറ്റോ റോസ്റ്റിൻ്റെ ഫോട്ടോ ഇട്ടപ്പോൾ ആരോ അതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പൊട്ടറ്റോ റോസ്റ്റ് ഉണ്ടാക്കാൻ ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക. അതിന് ചുവട് കട്ടിയുള്ള ചീനച്ചട്ടിയാണ് എപ്പോഴും നല്ലത്. എന്നിട്ട് അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക്, 3-4 ഇല കറിവേപ്പില, ഒരു 5-6 വെളുത്തുള്ളി ഒന്ന് ചതച്ചത്, ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് ആ വെളുത്തുള്ളിയുടെ കളറൊന്ന് മാറി വരുമ്പോൾ അതിലേക്ക് സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്, ഒരുപാട് വലുതാക്കി കട്ട് ചെയ്യരുത്, തീരെ ചെറുതാക്കിയും കട്ട് ചെയ്യരുത്, അങ്ങനെ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളമൊന്നും ഒഴിക്കരുത്. ആ കഴുകിയിട്ട് വരുമ്പോൾ അതിനൊരു നനവുണ്ടാവില്ല, അത്രേ വേണ്ടുള്ളൂ. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂണിൽ താഴെ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല. ഇനി കഷ്ണത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. അതുപോലെ ഉരുളക്കിഴങ്ങ് ഉപ്പ് നല്ലോണം അബ്സോർബ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ കറികളിലൊക്കെ ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ഇട്ടാൽ മതി പറയും. അപ്പോൾ അതനുസരിച്ച് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിടുക. അതുപോലെ ഗരം മസാലയും മല്ലിപ്പൊടിയും കൂടരുത്, വളരെ ചെറിയ അളവിലിട്ടാൽ മതി. നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി നോക്കിയിട്ട് അതിനനുസരിച്ച് ഇടുക. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കുക. ഇത് നമ്മൾ വെള്ളം ഒഴിക്കാതെ അടച്ചു വെച്ചിട്ട് ആ ആവിയിലാണ് വേവിക്കുന്നത്. അപ്പോൾ ഇത് അടച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോവരുത്, അടി പിടിക്കാതെ നോക്കുക. അതിനാണ് ചുവട് കട്ടിയുള്ള പാത്രം എടുക്കണം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിലും ചെയ്യാൻ പറ്റും, പക്ഷേ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലായിരിക്കണം എന്ന് മാത്രം. എന്നിട്ടൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞ് നമ്മളുടെ പൊട്ടറ്റോ റോസ്റ്റ് റെഡിയായി.